ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ നിരവധി വാർത്തകൾ ഉള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതിലേറ്റവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബിജെപി ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തേക്കും എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷം അദ്ദേഹം പ്രവർത്തകരെ അന്ന് അഭിസംബോധന ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പ്രവർത്തകരെ, മുതിർന്ന നേതാക്കളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ്. ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിനും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പാർട്ടി പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നടത്തുന്ന സാങ്കേതികമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയാണിത്. അന്ന് വിജയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അണികളെ അഭിസംബോധന ചെയ്തിരുന്നത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ബി.ജെ.പി വലിയ കലഹം ആണ് നടക്കുന്നത്. അതിപ്പോൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് ബി.ജെ.പി ഘടകത്തിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പാർട്ടി സംസ്ഥാന ഘടകത്തിലും അഴിച്ചുപണികൾ ഉണ്ടായേക്കും. യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മുഖ്യമന്ത്രി രാജ്യസന്നദ്ധത അടക്കം അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മാറ്റങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഈ പുനഃസംഘടന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സീറ്റ് 33ലേക്ക് ചുരുങ്ങിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ അസ്വാരസ്യങ്ങൾ ശക്തമാകുന്നത്.